അങ്ങോട്ട് മാറിപ്പോട്ടെന്ന്. മഞ്ച് ചരിയാണ്ട് കേട്ടാ. അങ്ങോട്ട് വേഗം വിടറാ. ആശാനെ, പെരുന്നാളെടുത്തല്ല നാടകം പൊടി പിടിക്കണം കേട്ടാ. നീതിമാന്റെ രക്തമാണ്, കാനായിലെ കല്യാണമാണ് ഇപ്പൊ കളിക്കാൻ പോണത്. രണ്ടുമല്ല, സ്നേഹഗായകൻ. അമ്പോ, അതിലിപ്പോ രാജാവായിട്ട് ആശാനൊരു പെരുക്കുമല്ല. കുമ്പളങ്ങി കളിച്ചപ്പോ ഞാൻ കണ്ടായിരുന്നു. അടിമയുടെ മുഖത്ത് നോക്കി ലാസ്റ്റിൽ ആശാന്റെ ഒരു സ്പീച്ച് ഉണ്ട് കേട്ടാ. എന്റെ മകളെ മറക്കാൻ നീ തയ്യാറായാല് നിന്നെ ഞാൻ മോചിപ്പിക്കാമെന്ന്. നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം, കരമൊഴിവായി വസ്തുക്കൾ ചാർത്തിത്തരാം. ഈ രാജ്യത്തെ സുന്ദരിയായ ഏതു പെണ്ണിനെയും നിനക്ക് സ്വന്തമാക്കാം. എന്റെ പുത്രിയെ ഒഴികെ, ഉർസുല രാജകുമാരിയെ ഒഴികെ അവളെ നീ മറക്കാൻ തയ്യാറാവുക. തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുക. അതല്ല എന്റെ ആജ്ഞയെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അനങ്ങാട്ട് വന്നാലുണ്ടല്ലോ എന്താണ് കളിയാക്കണം. പിന്നെ ഒരു നാടകം കളിക്കാരൻ വന്നിരിക്കണം. എന്നെ എന്റെ കൈ കിട്ടും. എന്തിനെടുക്ക ഇങ്ങനത്തെ വട്ടാണ്. അവൻ നന്നാകിയല്ല, കുരുത്തം കെട്ടവൻ. കണ്ടോ കേട്ടോ കേട്ടോ കേട്ടോ, ചെറു വരിക. ഞാനൊരു അങ്ങനെ കുത്തിക്കോളൂ. ചങ്കുറപ്പ് വേണം. ചങ്കുറപ്പുണ്ട് മാത്രമേ ഇത് കളിക്കാൻ പറ്റൂ. അവിടെ എത്ര? 10. ഇവിടെ എത്ര? ഇവിടെയും 10. കുത്തിക്കോളൂ. അതെ അതെ വരും. ചങ്കുറപ്പുണ്ടോ? ചങ്കുറപ്പൊക്കെ ഉണ്ട്. ചങ്കുറപ്പുള്ളവർക്ക് ഇത് കളിക്കാൻ പറ്റുമോ? വരും. നാടകലിന്ന് പോണാണ്. ചങ്കുറപ്പ് വേണം. ചങ്കുറപ്പില്ലാതെ കളിക്കാൻ പറ്റില്ല. ചങ്കുറപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനും പറ്റി 10. വരൂ, ഇരുന്നോളൂടെ. ഞാനൊരു 10 കളിക്കാം. ചേർന്ന് കളിക്കാം കേട്ടോ. കുത്തിക്കോളൂ. 10. ഇവിടെ 10. നാടകലി 10. ഇയാള് 10. പിടിച്ചോളൂ. ചങ്കുറപ്പ് വേണം. ചങ്കുറപ്പ് വേണം കേട്ടോ. പൊരിച്ചുവിട്. അത് പുറത്താണ്. അത് പുറത്താണ്. കാശ് കളഞ്ഞത് അത് പുറത്താണ്. ഒരു 50 രൂപ. 50 രൂപ. 50 വെച്ചോളൂ. ധൈര്യമായിട്ട് കളിച്ചോളൂ. വെക്കൂ, വെച്ചോളൂ. കണ്ട അതെ, ഇത് പുറത്താണ്. കോളച്ചങ്ക പിടിക്കൽ. ചങ്ക പിടിക്കൽ. അയ്യോ, ഇതെന്തത്? മുണ്ട് മുണ്ട് മുണ്ട്. അയ്യേ, മുണ്ടായി കാശൊക്കെ പറക്കി. അയ്യേ, കളി കാണാത്ത പാവത്തങ്ങളടുത്ത് മതി കേട്ടാ ഈ വേഷം കെട്ട്. ഞാനിതുവരെ കണ്ടതാണ്. ഇതെന്തൊരു കഷ്ടമാണപ്പാ. കണ്ടടത്ത് മുഴുവൻ ഇറങ്ങി അടിയും വഴക്കും ഉണ്ടാക്കും. എന്നിട്ട് ഷാപ്പിൽ വന്ന് പൊറുതിയും. ഇന്ന് ഇത് അവസാനിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ ആങ്ങള വന്നാ ഇവിടെ? ചെവിയും കേസില്ലേ ഇയാൾക്ക്? എന്റെ ആന്റെ ഇവിടെ വന്നാന്ന്. ഇല്ലല്ല, ഇന്നിങ്ങോട്ട് കണ്ടേയില്ലല്ലോ. ഇറങ്ങി വരണണ്ടാ? ഞാൻ കണ്ടതാണ് കേട്ടാ. താൻ ഒരുത്തനാ ഈ കരക്കാരെ മുഴുവൻ നാശാക്കണത്. വാ ഇങ്ങോട്ട് വാ, നിക്കിതലേ ചോദിക്കാനുണ്ട്. നാടകുത്തുകാര്, പന്നിമലർത്തുകാര്, വേറെ ആരും കണ്ടില്ല തല്ലുകൂടാൻ. ഇനി കള്ളു മൂക്കുമ്പോ ഇവിടെയും തുടങ്ങാമല്ല വഴക്കും വക്കാണോ? ഇത് തന്നെ നിനക്കിയുടെ പണി. വാ, ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വാ. പൂച്ചയെ കൂട്ട് പോണ പോക്കണ്ട. പെങ്ങളെ കണ്ട അവന്റെ മുട്ടു പറയും. നീ എന്താടി ഇവിടെ? ഞാൻ അമ്മച്ചാച്ചിക്ക് കൂട്ടുവന്നതാ. നീ ആയിരിക്കും കൊളുത്തി കൊടുത്തല്ലേ? അയ്യോ, ഞാനൊന്നും അല്ല. പിന്നാരാണ്? വേണ്ട വേണ്ട, ഇളിക്കണ്ട.
ഞാൻ ചന്ത വരെ പോണേണ്, കുറച്ച് സാമാനങ്ങൾ വാങ്ങണം. നിനക്ക് ബീഡി ഉണ്ടാ? ഇച്ചിരി വാങ്ങിച്ച. തിരിച്ചു വരുമ്പം ഇവിടെ തന്നെ കാണുവാ. അതാ ഞാനെങ്ങും പോണില്ലപ്പാ, ദാ ഇവിടെ തന്നെ കാണും. ഇനിതേ നീ പറഞ്ഞിട്ടാ പോണുള്ളു. ആ കാക്ക മലന്ന് പറക്കുവല്ല. ആൻഡോയേ എടാ, സമയനല്ലാത്ത സമയത്ത് അവൻ അടങ്ങി ഒതുങ്ങി വീട്ടില്. എന്താടാ, ഒരു നല്ല നടപ്പിന്റെ ലക്ഷണമുണ്ടല്ല. കഠിനതരമാണ്. എന്നെ കണ്ടു പഠിച്ചൂടടാ. കടലിൽ പോണ്, മീൻ വിൽക്കണ്, അതും കഴിഞ്ഞ് കുടുംബത്തിൽ പോണ്. ഓ നിന്റെ പെങ്ങള് നിക്കണ്, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഞാൻ പോണാണ്. എങ്ങാട്ടാണ്? റിഹേഴ്സലിന് പോകാണെന്ന്. ഓ, ഇന്നും ഉണ്ടോ വണ്ടാരടങ്ങല്? നിനക്കൊന്നും വേറെ തൊഴിലില്ലാന്നാ ഞാൻ ഓർക്കണേ. ഒരു നാടകം കളിക്കല്. നീ ആശാന്റെ പുറകെ ചുറ്റിത്തിരിഞ്ഞ് വെറുതെ ജീവിതം പാഴാക്കുമല്ല. എടാ, ഞാനൊരു കലാകാരനായി ജനിച്ചുപോയി, എന്നെ തടയണ്ട. നിനക്കത് പറഞ്ഞാ മനസ്സിലാകുകയല്ല. ആ കുന്തം നീ ചെല്ലേ. പക്ഷെ അന്ത്യാകുമ്പോ ഷാപ്പിൽ കാണണം. പരമു അവിടെ വരും, വില ഉറപ്പിക്കാനുള്ളതാ. നീട്ടിക്കൊണ്ടുപോയത് കയ്യും തെന്നി പോകും കേട്ടാ. ഞാനങ്ങെത്തിയേക്കാം. വെറുതെ ആളെ അവിടെ അടങ്ങല് വെക്കരുത് കേട്ടാ. വന്നേക്കാമെന്ന്. എടി പൊന്നു, നീ ആ മൂനെയും വിളിച്ച് പുരേ പോയിരുന്നാ കേട്ടാ. അമ്മൂടിയില്ലല്ല. എനിക്കറിയാം. അത് ശരി. അപ്പൊ അറിഞ്ഞോണ്ടാണോ നീ വന്നേ? ഞാൻ വരും. വന്നിട്ട് കുളിച്ചൊന്നുമില്ലേ? ഇല്ല. എണ്ണ എടുത്ത് തരട്ടാ? വെള്ളം ചൂടാക്കണ? എന്നെ കുളിപ്പിച്ച് സുന്ദരനാക്കിട്ട് നിനക്കെന്തിനാണ്? എനിക്ക് കണ്ടോണ്ടിരിക്കാമല്ല. അയ്യടാ, ഒരു പൂതി. നീ ഒന്ന് പോയി തരാവാ. അമ്മുച്ചാച്ചി വരാൻ ഇനി 2 മണിക്കൂർ കഴിയും. അതുവരെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ പോകും. എന്റെ അയ്യോ, എന്നാ പിന്നെ ഞാൻ കടലിലേക്ക് തന്നെ പോണേണ്. അതെന്തിനാണ്? നിന്നെ സഹിക്കണേലും ഭേദം അതാണല്ല. ഒരടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? യൂദായ വാഴുന്ന ആഹാബ് ചക്രവർത്തിയുടെ ഓമനപുത്രിയായ ഊർസല രാജകുമാരി എവിടെ? നിസ്സാരനായ നീ എവിടെ? മറ്റാരെയും നിനക്ക് പ്രേമിക്കാൻ കിട്ടിയില്ല? എവിടുന്ന് കിട്ടി നിനക്ക് ഈ ചങ്കൂറ്റം? രാജാവ് തിരുമനസ്സത് അറിഞ്ഞാൽ, രാജകോപം ഉയർന്നാൽ നിന്റെ ജീവനാണ് അപകടത്തിൽ. വിട്ടി, നീ അത് മനസ്സിലാക്കുന്നുണ്ടോ? നിർത്ത്. എന്താണ് ഒരടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? ആദ്യത്തെ ആ ഡയലോഗ് കഴിഞ്ഞുള്ളത് അങ്ങാട്ട് മാറ്റിയിട്ട് ഇന്നലെ അപ്പം പറഞ്ഞെന്നുണ്ടല്ലോ, അതൊന്ന് വായിച്ച്. രാജാജ്ഞിയെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഞാനൊരു വീക്ക് വെച്ചേരും. എടി, ഇന്നലെ കഞ്ഞി കുടിക്കാൻ നേരത്തെ അപ്പം പറഞ്ഞ ഡയലോഗ് നീ മറന്നാ? അതാണാ? അതിവിടുണ്ട്. പിന്നെ നീ തെറ്റി വായിച്ചിടാ. കണ്ണും കാതും അങ്ങാട്ടും ഇങ്ങാട്ടും പോണത് എന്താന്ന് അത് അപ്പന് പിടിക്കേല കേട്ടാ. മോള് രണ്ടും കൂട്ടിയൊന്ന് വായിച്ചേ. ഒരടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? ഊർസുല രാജകുമാരിയെ തന്നെ വേണം നിനക്ക് പ്രേമിക്കാനില്ലേ? രാജകോപത്തിന്റെ ഫലം ജീവഹാനിയാണെന്ന് വിട്ടി നീ മനസ്സിലാക്കുന്നില്ല. കണ്ട ഇപ്പൊ ഒരു മുറുക്കം വന്നത് കണ്ട? അത് മതി. പോർഷൻ പഠിക്കുമ്പം തിരുത്തടക്കം പഠിക്കാൻ പറയണം എല്ലാരോടും കേട്ടാ. എന്താ പറയത്തേ? അപ്പൊ ആശാനും നമ്മുടെ ഡയലോഗ് ചെയ്തവരെത്തി. അപ്പൊ നമുക്ക് റിഹേഴ്സൽ തുടങ്ങണ്ടേ? അയ്യോ, പിന്നെ വേണമല്ല അതിന്. അല്ല ആശാൻ, എന്റെ പോർഷൻ നേരത്തെ ഇട്ടിരുന്നു, മനസ്സിരുത്തി പഠിക്കായിരുന്നു. ഓ, എന്റെ പോർഷൻ തന്നെയാ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത്? കടാപ്പുറത്ത് അങ്ങാടും ഇങ്ങാടും നടക്കണതേ. ഇത്തവണ ഡയലോഗുള്ള ആക്കി തരാൻ ആശാൻ മുമ്പേ എനിക്ക് വാക്ക് പറഞ്ഞിട്ടുള്ള. ഒരു ഡയലോഗിലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ഒറ്റ ഡയലോഗ്, ഒരു ഡയലോഗ് മാത്രം. എടാ, ഡയലോഗ് അല്ല അഭിനയം. എന്ത് ഡയലോഗ് പറഞ്ഞാലും മുഖത്ത് വരണതാണ് അഭിനയം. ഈ നവരസങ്ങളെന്ന് വല്ലതും നീ കേട്ടിട്ടുണ്ടാ? അത് വല്ലതും എന്റെ ഈ മുഖത്ത് വരുവാ? ഇല്ലല്ല. പിന്നെ എന്തോ പറഞ്ഞിട്ടെന്താ? അതിന് എനിക്ക് എന്റെ മുഖം മാറ്റാൻ പറ്റുമോ ആശാനെ? വേണ്ട, മുഖം ഇങ്ങനെ ഇരിക്കണതാണ് നല്ലത്. പോയ കാര്യം എന്തായി? ചാർലിയുടെ വിവരത്തിന് ഫോൺ ചെയ്ത് ചോദിച്ചാ? 2 പ്രാവശ്യം വിളിച്ചപ്പോഴും അവൻ അവിടെ ഇല്ല, പുറത്തേക്ക് ഇറങ്ങിയെന്ന്. ഓ, അപ്പൊ അവൻ ഇങ്ങാട്ട് പോകുന്നതായിരിക്കും. അല്ല, അവിടെ അടുത്തെങ്ങാട് പോയതാ. രാത്രിക്ക് മുമ്പ് തിരിച്ച് അവിടെ തന്നെ ചെല്ലുമെന്ന്. അവൻ ഇന്നലെയും വന്നില്ല, ഇന്നും വരാണ്ടിരുന്ന റിഹേഴ്സൽ മുടങ്ങിപ്പോവല്ല. നിനക്കവനെ പോയി കൈയോടെ വിളിച്ചോണ്ട് പോരുന്നുണ്ടായിരുന്നോന്ന് ചോദിക്കാണ്ട് പോണെ എങ്ങനെയാണെന്ന്. ഓ, ചോദിക്കാണ്ടും പറയാണ്ടൊന്നും ചെയ്യാത്തൊരു മാന്യൻ.
ഞാനൊരു കത്ത് തരാൻ കൊണ്ടുപോയി കൊടുക്കാം. കാതർ എന്ന് വിളിക്കുമ്പം തന്നെ പുറപ്പെട്ട ഇങ്ങെത്തുമ്പൻ രാത്രി വളരെ വഴുകും. 3 രംഗത്തിൽ അവനുള്ളതാണ്. അവനില്ലാണ്ട് തൊടാൻ പറ്റുകയില്ല. ആ 2ാമത്തെ രംഗത്തിൽ അവനില്ലല്ല. ഉണ്ടാ? ഇല്ല. അപ്പൊ അത് തുടങ്ങാം. ആ ബഞ്ച് ഇങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ട്. ആ തങ്കം മുന്നോട്ട് വന്ന്. നീ പൊസിഷൻ ഇങ്ങോട്ട്. പാപ്പി അങ്ങ. ആ ഒന്ന് വായിച്ചേ. അദ്ദേഹം വെറും ഒരു അടിമയായിരിക്കാം, ആരോരുമില്ലാത്തവനായിരിക്കാം. പക്ഷെ എന്റെ മനസ്സിൽ അദ്ദേഹം ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ആ എന്റെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. എന്റെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ആ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയി. ആരിനി എതിർത്താലും ആ സ്നേഹം തിരിച്ചെടുക്കാനുള്ള ശക്തി എനിക്കില്ല. ആ അറിഞ്ഞുകൊണ്ട് ആശിക്കരുത് കുമാരി. അസാധ്യമായ ദുഃഖക്കടലിലേക്ക് എടുത്ത് ചാടരുത്. രാവിലെ ഉടുത്തിട്ട് ഇങ്ങോട്ട് പോരും. ആകെ 2 ഡയലോഗേ ഉള്ളു. അത് നേരെ പറയാമെങ്കിൽ ഇറങ്ങി പോയിടുന്നു. പറ. അസാധ്യമായത് ആശിക്കരുത് കുമാരി. അറിഞ്ഞുകൊണ്ട് ദുഃഖക്കടലിലേക്ക് എടുത്ത് ചാടരുത്. കുന്തം വിളികൾ നിൽക്കാണ്ട് കൂടെ പറയണോടാ പറയാൻ. രാജ തിരുമനസ് അറിഞ്ഞാൽ അവിടത്തേക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി? എന്നെ തല്ലി ഞാൻ മടുത്ത്. എവിടെ നോക്കിയാടാ ഡയലോഗ് പറയണേ? ആഡിയൻസിന് മുമ്പിലാ പുറകിലാ? രാജ തിരുമനസ് അറിഞ്ഞാൽ അവിടത്തേക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി? കുമാരി, രാജാവ് തിരുമനസ് അറിഞ്ഞാൽ നിന്നെ കൊലത്തും. കണ്ടാലും മതി ഒരു രാജാവ്. അയ്യടാ, പോയി പണി വെക്കാൻ പറഞ്ഞ നിന്റെ രാജാവിനോട്. ഒരു വക മറ്റേടത്തെ പരിപാടിയായി പോകട്ടാണ് ഈ കാണിച്ചത്. ഇത്ര നേരം പരവൂരെ ഷാപ്പിൽ പിടിച്ചിരുത്തി അന്തിക്കുമ്പോ എത്താമെന്നല്ല നീ പറഞ്ഞത്. ഇവിടെ ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ എനിക്ക് വേണ്ടിട്ടല്ല, ഇവന് വേണ്ടിയിട്ടാണ്. വായിട്ട് അലച്ചതും വലയ്ക്ക് വില പറഞ്ഞതും. എന്നിട്ട് വാക്ക് പറയേണ്ട നേരത്ത് ഇവൻ വരാണ്ട് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിച്ച ആർക്കായാലും കലി കയറൂല്ല. അല്ല, ആശം തന്നെ പറ. എന്റെ പൊന്നാൻഡോ, നീ പോടാ അവിടുന്ന്. അവനവന്റെ കാര്യം നോക്കാനുള്ള അവൻ നിന്ന് തെറി കേക്കണ്. നാണം ഉണ്ടോടാ നിനക്ക്? ഇതുവല്ല നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം പറ്റാണ്. ആചാനുവിന്റെ പണ്ടേയുള്ള കിറുക്കാണ്. കിറുക്കുന്ന എന്റെ തന്തയ്ക്ക്. തന്തയ്ക്ക് പറഞ്ഞാണ്ടല്ല, ഞാൻ പോലും കൊതിയെ വിളിക്കണതിന് മുമ്പ് അങ്ങേര് ചത്തുപോയതാണ്. എന്റെ മട്ടും മാതിരിയും മാറും. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഞാനിവനെ കൊണ്ടാ പോണുള്ളൂ. ആ അവയപ്പം വരണില്ല, ഇവിടെ പണിയുണ്ട്. അത് നിങ്ങളല്ല തീരുമാനിക്കണത്. ഇയാളെന്നെ ഇറക്കി വിടുവാ. എങ്കിലും നീ വിടറാ. ഇവനിവിടെ നിന്ന് അലമ്പാക്കും. ഞാനിവനെ വിളിച്ചോണ്ട് പോകട്ടെ. ഇയാളെന്നെ എന്ത് ചെയ്യുന്ന ഞാൻ നോക്കാരാട്ടാ. നീ വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി വന്നില്ലടാ. നീ വാ. നീ വന്നത് ഇയാക്കട ഭാഗ്യം. ആൻഡോ നീ വാ. ആൻഡോ നാടകം കളിക്കാൻ ഇങ്ങോട്ട് കളിക്കാണ്ടോ. ഇത്തരം തെമ്മാടികളാ പാപ്പിയുടെ കൂട്ട്. അവനൊരു പോഴ. പക്ഷെ ആ മറ്റവനുണ്ടല്ല, ആൻഡോ, ആ വരുത്തൻ ഒരുത്തൻ കെട്ടവനാ. അവനിതാദ്യമായിട്ടല്ല ക്യാമ്പിൽ വന്ന് വഴക്കുണ്ടാക്കണത്. ഒരു ദിവസം അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ആ വാങ്ങിക്കാനും കൊടുക്കാനൊന്നും അപ്പം നിൽക്കണ്ട. ഈ വൃത്തിയായിട്ട ആൾക്കാരായിട്ടുള്ള സഹവാസം അതൊന്ന് നിർത്താവോ? ഇന്നലെ പോയമ്മച്ച് ഇപ്പഴാണോ പറയണത്? എന്തായടാ? കാറിലെ ഇന്നലെ പിടികിട്ടിയില്ല. കണ്ടിട്ടേ പോരോന്ന് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് ഇരുന്ന്. രാവിലെയാ കണ്ടത്. വിവരം പറഞ്ഞ് കത്തും കൊടുത്തു. പിടിച്ച പിടിയാരെ കൊണ്ടുവരാനല്ലേ നന്നെ അങ്ങാട്ട് അയച്ചത്? അപ്പൊ വന്നാലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അയാള് വരുന്നില്ലാന്ന്. പെരുന്നാളിന് നാടകം കളിക്കണ്ടാണ് പറഞ്ഞിട്ടുള്ളതല്ലടാ. പിന്നെ ആരോട് ചോദിച്ചാൽ നാടകം കൊടുത്തെന്ന് പറഞ്ഞ ഒറ്റ ചാട്ടം കുട്ടിയാണ്. അയാളുണ്ടാവില്ല കേട്ടാ. മദ്രാസിൽ സിനിമേന്റെ ഏതാണ്ട് ഇടപാടുണ്ട് അത്രേ. മൂപ്പര് സിനിമയിൽ ചേർന്നാൽ നമുക്കൊക്കെ ഉപകാരമാണെന്നാ പറഞ്ഞു. ഈ വക എംബോക്കികളെ വെച്ചത് ചെയ്യരുതെന്ന് ഞാൻ എന്നാട് തന്നെ 100 വട്ടം പറഞ്ഞതാ. പക്ഷെ കേക്കുകയില്ല. 4 കായിന്റെ മുട്ട് വരുമ്പോ അത് മുടക്കാൻ വരുന്നത് നാറിയം പിടിച്ച് നടത്തിക്കേറ്റും. എന്നിട്ടിപ്പം ദേ കിടന്ന് അനുഭവിക്കാം. പെരുന്നാളിന് ഇനി ദിവസമില്ലല്ല. അപ്പൻ എന്നാ ചെയ്യും മോളെ? കളിക്കാനാണില്ലാതെ നാടകം നടത്താൻ പറ്റുവാ? അപ്പൻ ചെന്ന് അച്ഛനോട് വിവരം പറയും. ചാർലി ഇല്ലാത്തോണ്ട് നാടകം കളിക്കാൻ പറ്റില്ലാന്ന്.
ഇപ്പോഴാകുമ്പോ നമുക്ക് ദിവസമുണ്ട്. പള്ളിക്കാര് വേറെ ഏതെങ്കിലും പരിപാടി ബുക്ക് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ ആണാണെന്നും പറഞ്ഞ് ഇവിടെ അങ്ങാട്ടും ഇങ്ങോട്ടും നടക്കാനാ? 9ാമത്തെ വയസ്സിൽ മുഖത്ത് ചായം തേച്ചത് പിന്നെ പെരുന്നാളിന് നാറാൻ മുടക്കിയിട്ടില്ല. അത് മുടക്കാൻ പറ്റുകയില്ലടി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആളിന് ആള് തന്നെ വേണ്ടേ? നാടകം മുടക്കാൻ പറ്റുകയില്ല. എങ്ങനെ കളിക്കുന്ന അപ്പനീ പറയണേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ല. അവനാണ് കായ് മുടക്കണേന്ന് പറഞ്ഞ് ഞാൻ അവന്റെ കാലത്തിന് പിടിക്കണ. നമ്മൾ ഇവിടെ കിടന്ന് വീർപ്പ് പിടിച്ച നാടൻ തട്ടേ കേറുവപ്പാ. പെരുന്നാക്കൂട്ടത്തിന്റെ മുന്നിൽ എന്നാ മോഹവുമായി നിൽക്കുമെന്ന് ഓർക്കുമ്പോഴാ